നമസ്കാരം. വേണു പരമേശ്വറാണ്. ഇനിയില്ല അനുരഞ്ജനം. രമ്യത മാറി വെല്ലുവിളിയിലേക്ക്. പരസ്പരം ചേരിതിരിഞ്ഞ് അനുരഞ്ജനത്തിന്റെ അവസാന വഴിയും അടഞ്ഞതോടെ മേയർ KSRTC ഡ്രൈവർ വിവാദം കോടതിയിലേക്ക്. നേർക്കുനേർ പോർ വിളിച്ച് ഇരുവിഭാഗവും. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അന്വേഷണം ത്വരിതഗതിയിൽ. പോലീസും ഫോറൻസിക്കും സൈബർ വിഭാഗവും കൈകോർക്കുന്നു. KSRTC ഡ്രൈവർ യദുവിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ട് തന്നെയാണ് അതിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ ശക്തമായ പോരാട്ടം നടത്തുന്നതെന്നും എത്ര കല്ലെറിഞ്ഞാലും മികവുള്ള ഒരു മേയർ എന്ന നിലയിൽ മേയറിൽ ഒരു കളങ്കവും ഉണ്ടാക്കാൻ സമ്മതിക്കില്ലെന്നും AE റഹീം MP. മാത്രവുമല്ല, തന്റെ നാട്ടുകാരൻ കൂടിയായ ബസ് കണ്ടക്ടർ അന്ന് തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിരുന്നതായും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി താൻ തിരികെ MLA-യെയും മേയറെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നതായും MP വ്യക്തമാക്കി. നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസ്സിൻ്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ദുരനുഭവം ഉണ്ടായി. നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കട്ടെ, മേയർ ആദ്യമായിട്ടല്ലല്ലോ തിരുവനന്തപുരം നഗരത്തിൽ കാറ് സഞ്ചരിക്കുന്നത്. അവർ മേയറായിട്ട് ഇപ്പോൾ ഏതാണ്ട് കുറച്ചാളായാലും ഇതുവരെ ഒരിടത്തും ഇറങ്ങി ഏതെല്ലാം ബസ്സിൻ്റെ മുമ്പേ അവർ സ്വകാര്യ വാഹനത്തിലും അവരുടെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവരുടെ അച്ഛനും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് അവർ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ കാണിക്കുകയോ ചെയ്തൊരു സംഭവം അവർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ അർദ്ധരാത്രി കുടുംബസമേതം പോകുമ്പോൾ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഇറങ്ങി ഇങ്ങനെ ചെയ്തെങ്കിൽ അതിന് മതിയായൊരു കാരണം വേണമെന്നുള്ളൊരു സാമാന്യ യുക്തിയിലെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ? ഈ ഡ്രൈവറെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ചുള്ള പൂർവ്വാരോപണങ്ങളുണ്ട്. ഇതിനേക്കാൾ തീക്ഷ്ണമായ കേസും അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരത്തെ വിധേയനായ മേയറെ സംബന്ധിച്ച് ഇതുപോലെ വണ്ടി തടഞ്ഞു, ഇതുപോലെ അധികാര ദുർവിനിയോഗം നടത്തി, വഴിയെ പോയ ഏതോ തൊഴിലാളികൾക്ക് നേരെ അധികാര പ്രയോഗം നടത്തിയെന്നൊരു ആരോപണം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരങ്ങനെ സ്ഥിരം അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണോ? അല്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്താൻ, നമുക്ക് ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെയെങ്കിൽ മറുഭാഗത്ത് ആരോപണ വിധേയനായ ആൾ നമ്മുടെ അറിയാം, നേരത്തെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനായതാണ്. ആശങ്കപ്പെടുത്തുന്ന കവറേജാണ് നിങ്ങൾ അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് കിട്ടുന്നു? എതിർഭാഗത്തൊരു CPM കാരിയായതുകൊണ്ടാണ്. ഇവിടെ തീർക്കാൻ ഇതായി ഒരു അവസരം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും നേരം കല്ലെറിഞ്ഞല്ലോ. 18 നഗരങ്ങളെയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന് വേണ്ടി രാജ്യത്ത് തിരഞ്ഞെടുത്തത്. 18 നഗരങ്ങളെ. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ 18-ൽ ഒരു നഗരത്തിന് മാത്രമേ അർഹതയുള്ളൂ. ആ നഗരത്തിൻ്റെ പേര് ആര്യ രാജേന്ദ്രൻ മേയറായ തിരുവനന്തപുരം നഗരസഭയെന്നാണ്. ആര്യ തന്നെയാണ് ഡൽഹിയിൽ പോയി പ്രസന്റ് ചെയ്തത്. സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇതിനകം കിട്ടിയിട്ടുള്ള അവാർഡുകളും പുരസ്കാരങ്ങളും മാറ്റി വെച്ചേക്കും. നിങ്ങൾ പരിഗണനയ്ക്ക് എടുക്കണ്ട. നീതി ആയോഗ് നിങ്ങൾ ഈ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്തെല്ലാം പുരസ്കാരമാണ് സുസ്ഥിര വികസനത്തിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ. നീതി ആയോഗിൻ്റെ അവസാനത്തെ പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ നിങ്ങളൊരു വശത്ത് കല്ലെറിയുമ്പോൾ ആ കല്ലേറെല്ലാം അയ്യോ പാവം പോയി ഒരിടത്ത് അങ്ങ് ഇരിക്കുകയല്ല. അവർക്കിതിന് ഉന്നയിച്ച് ഏതെങ്കിലും ആരോപണത്തിന് ഇതുവരെ ഏതെങ്കിലും ഒരു നിയമ സാധ്യത വന്നിട്ടുണ്ടോ? അപ്പോൾ തുടർച്ചയായി വേറൊരു VK പ്രസാദിനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആദ്യമേയും കല്ലെറിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ തീരെ ശേഷിയില്ലാത്ത കുഞ്ഞു കുട്ടികളാണ് അയ്യോ ഞങ്ങൾ എന്നാരും കരുതിയേക്കരുതേ. അത്രയേ ഉള്ളൂ. ഈ കണ്ടക്ടറുടെ നാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഇൻസ്റ്റൻസ് തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇയാളും പോസ്റ്റായി ഇവിടെ നിൽക്കുകയാണല്ലോ. ഈ വണ്ടി പിടിച്ചിട്ടു ഇയാൾക്ക് പോകാൻ പറ്റുന്നില്ല, ഇയാൾക്ക് പുലർച്ചെ യാത്രയുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഈ ഡ്രൈവറെ ആണെങ്കിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ സച്ചിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്താ സംഭവം, രാത്രി എന്താ ഉണ്ടായത്? അപ്പോഴാണ് ആര്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയും ആര്യനോട് ഇത് പറയുകയും ചെയ്യുന്നത്. അങ്ങേറ്റത്തെ മെൻ്റൽ ട്രോമയിലായിരുന്നു ആ കുട്ടി. അതിനിടെ ബസ്സിൽ കയറിയ MLA കണ്ടക്ടറോട് ടിക്കറ്റ് ചോദിച്ചെന്നും ബസ് ഡിപ്പോയിലേക്ക് പോകുമ്പോൾ താനും ബസ്സിൽ തന്നെ വരാമെന്ന് പറഞ്ഞതായും MP പറഞ്ഞു. എന്നാൽ MLA-ക്ക് യാത്രാ പാസ് ഉള്ളതിനാൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് മറുവാദം. ബസ്സിനുള്ളിൽ CCTV ക്യാമറയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് MLA സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറിയതെന്നാണ്
പ്രതിപക്ഷ MLA ആയ M. വിൻസെന്റ് പറയുന്നത്. 715 രൂപ മാത്രം ശമ്പളമുള്ള ഒരു ജീവനക്കാരനെ കൊടുക്കാൻ ഏതറ്റം വരെയും പോകുന്നതിന് ഉദാഹരണമാണ് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതെന്നും ഡ്രൈവറുടെ പരാതിയിൽ FIR എടുക്കാൻ മടി കാണിച്ച പോലീസുകാർക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതേ നടപടി സ്വീകരിക്കണമെന്നും വിൻസെന്റ് MLA. KSRTCയുടെ ബസ്സിലെ CCTVയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 3-4 മണിക്കൂർ ഈ ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ബസ് 3 മണിയോട് കൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടുത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത് 3 മണിക്ക് ഡ്രൈവർ യദു ബസ് കൊണ്ടിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവർ യദു ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. 10:30 മണി മുതൽ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന യദു 3 മണിക്ക് ഈ ബസ് കൊണ്ട് തമ്പാനൂരിലിട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. ഒരു സിനിമയിലെ ഉമ്പിടി 2 സ്ഥലത്തും കാണുന്ന പോലെയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3-4 മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ എടുത്ത് മടങ്ങി ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ബാഗ് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത്. പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത് MLA അല്പസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ യദുവിനോടും പറഞ്ഞിട്ടുള്ളത്. ഈ പുലർച്ചെ 3 മണിക്ക് ബസ് സ്റ്റാൻഡിലെത്തുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യുക. ഒന്ന്, ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല. 2, ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാളോട് ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ത്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും KSRTC ബസ്സിനകത്ത് CCTV ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MLA ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അതിനുശേഷമാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കാം. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ നടന്ന സംഭവങ്ങൾ ദൃശ്യരൂപത്തിൽ പൊതുസമൂഹത്തിലെത്തിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് CCTV ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് തമ്പാനൂരിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ MLA ബസ്സിനകത്തോട്ട് കയറിയത്. ഒരു 750 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയോട് വളരെ അപമര്യാദയായ രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും ദിവസമായിട്ടും സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും FIR എടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നെങ്കിൽ അവർക്ക് ശക്തമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അടിയന്തിരമായി FIR എടുക്കണം. ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. FIR എടുക്കുന്നതിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെടുകയാണ്. എന്നാൽ KSRTCയുടെ ലോക്ക് ഷീറ്റിൽ ബസ് തിരികെ കൊണ്ടിട്ടത് ഡ്രൈവർ യദുവാണെന്ന് രേഖപ്പെടുത്തിയ വാദത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് വിൻസെന്റ് MLA പറഞ്ഞതെങ്കിലും നിലവിലുള്ള രേഖകൾ പ്രകാരം ഡ്യൂട്ടി രേഖപ്പെടുത്തുന്ന ചെക്ക് ഷീറ്റിൽ ഡ്രൈവറായ യദുവിന്റെ പേര് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടതെന്നും പകരം ഡിപ്പോയിൽ സൂക്ഷിക്കുന്ന ഒക്കറൻസ് രജിസ്റ്ററിലും കണ്ടക്ടറുടെ കൈവശമുള്ള വേ ബില്ലിലുമാണ്
ബസ്സിൽ സംഭവിക്കുന്ന ആകസ്മികവും അവിചാരിതവുമായ സംഭവങ്ങൾ രേഖപ്പെടുത്താറുള്ളതെന്നും ഇക്കാര്യത്തിൽ ദുരൂഹതയില്ലെന്നുമാണ് KSRTC അധികൃതരുടെ അഭിപ്രായം. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂർ വരെ ഒരു സ്വകാര്യ കാർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ പോലും ഒരു ഡ്രൈവറെ വെച്ചാൽ മിനിമം 1000-ഓ 1500 രൂപയോ കൊടുക്കേണ്ടിടത്താണ് KSRTCയിൽ ഒരു ഡ്യൂട്ടിക്ക് 715 രൂപ എന്നത് മാനുഷികമായി വളരെ കുറവാണെന്ന വാദമുയരുന്നത്. അതിനിടെ KSRTC ഡ്രൈവറായ യദുവിന് താല്പര്യമാണെങ്കിൽ ഇതേ റൂട്ടിലോടുന്ന തന്റെ ബസ്സിൽ ഒരു ദിവസം കുറഞ്ഞത് 3000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ താൻ തയ്യാറാണെന്ന വാദവുമായി റോബിൻ ബസ് ഉടമ ഗിരീഷ് രംഗത്ത് വന്നു. 100% ഏത് വന്നാൽ ഏതിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. പറ്റുന്ന ഡ്യൂട്ടി ചെയ്യാം. ഏത് ഓടിക്കുന്ന വണ്ടിയുടെ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയിൽ 3000 രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പോയി വരുമ്പോൾ 3000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ച് KSRTCയിൽ തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യമെന്ന് ഡ്രൈവർ യദു ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. നഷ്ടമായെന്ന് കരുതുന്ന മെമ്മറി കാർഡ് കണ്ടെത്തി സത്യാവസ്ഥ ബോധ്യപ്പെട്ട് നിയമ നടപടിയിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തത്രപ്പാടിലാണ് പോലീസ്. കാരണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC CMDയും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ ഉത്തരവ്. മെയ് 9 തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, അരവിന്ദ്, കണ്ടാലറിയാവുന്ന മറ്റ് 2 പേർ എന്നിങ്ങനെ സ്വകാര്യ കാറിലുണ്ടായിരുന്ന 5 പേരും ഹാജരാകാനാണ് നിർദ്ദേശം. തന്റെ പരാതിയിൽ കേസെടുക്കാൻ വിസമ്മതിച്ച കന്റോൺമെന്റ് SHOയെ മാറ്റി നിർത്തി മറ്റൊരു ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിന് 1 മുതൽ 5 വരെയുള്ള എതിർ കക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് KSRTC ഡ്രൈവർ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയിട്ടുള്ള പരാതി. ഇതോടെ ഇരു കക്ഷികൾക്കുമിടയിലെ അനുരഞ്ജന സാധ്യതകൾക്കാണ് മങ്ങലേറ്റത്. വിഷയം കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തതോടെ മേയർ KSRTC ഡ്രൈവർ തർക്കം വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. നന്ദിയോടെ.